ഞാൻ പെന്തക്കോസ്തുകാരെ കുറ്റം പറയുകയാണെന്നോ കളിയാക്കുകയാണെന്നോ ധരിക്കരുത്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയ എൻ്റെ സംശയം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഒരിക്കലും പെന്തക്കോസ്തുകാർക്കെതിരല്ല. പക്ഷേ ചില പെന്തക്കോസ്ത് പാസ്റ്റർമാർ കാട്ടിക്കൂട്ടുന്ന ചവിട്ട് നാടകങ്ങൾ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. ഞാൻ ഇന്നലെ കണ്ട വീഡിയോയിൽ കേട്ട ഒരു മറുഭാഷ പറയാം. റേബ കാതലെ ലെറ്റ രമാ രമാ രേഖ ബെറസി ലേബാഹ ഷബാഹ കാത്തലെ രബ ബാര ബാര റിബ കാത്തലെ റാബോ ഖദോ റാബോ ലേബ ബാബ മാമ മാ ഷാബ മാമ മാ ബാരേഗെ ലെക്കേരെ റൂബ ബെലേരെ. എനിക്കിതൊന്നും മനസ്സിലായില്ല. ഒരു പാസ്റ്റർ നിന്ന് ആടിക്കൊണ്ട് പറഞ്ഞ മറുഭാഷയാണ്. ഇത് കേട്ട് കുറേ പാവങ്ങൾ തുള്ളിച്ചാടുന്നു. അതിൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ മറുഭാഷ പറഞ്ഞിട്ട് ആ പാസ്റ്റർ പറയുക, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കണ്ടു. സഭയിലേക്ക് ഡെഡ് ബോഡികൾ കൊണ്ടുവരുന്നു. പക്ഷേ സഭയിലുള്ളവർ ഉറങ്ങിക്കിടക്കുകയാണ്. കാരണം ജനത്തിന് പ്രതീക്ഷയാണ് നിന്നിലൂടെ നടക്കുമെന്ന്. പക്ഷേ നീ ഉറങ്ങുകയാണ്. ഞാൻ ഈ വിഷൻ കണ്ടിട്ട് എൻ്റെ ചർച്ചിലെ എല്ലാവരോടും പറഞ്ഞു. പെട്ടെന്ന് ഉണർന്നു. ഞാൻ ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ കണ്ട വിഷനാണിത്. ചർച്ചിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുവരുന്നു. വിമർശിക്കുന്നവരെ നിങ്ങൾ തലകുത്തി നിന്നാലും ഇങ്ങനത്തെ ഒരു കാര്യം നടക്കത്തില്ല. കാരണം നിങ്ങളില്ലെങ്കിൽ ഒന്നും നടക്കില്ലെന്നറിയാം. ഹരീശൻ്റെ അടുക്കലേക്ക് ഒരിക്കലും മരിച്ച കുഞ്ഞിൻ്റെ അപ്പൻ ചെന്നിട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ മാത്രമേ മരിച്ച കുഞ്ഞിൻ്റെ അപ്പൻ ചെന്നിട്ടുള്ളൂ. മകൻ മരിച്ചിട്ട് അപ്പൻ പറയുക കുഴിച്ചിടണ്ട, യേശു നേരിട്ട് വന്നിട്ട് മതി. അവൻ വന്ന് പറഞ്ഞത് എന്താണ്? എൻ്റെ തലമുറ കഴിഞ്ഞുപോയി, എന്നാൽ നീ വന്ന് ഒന്ന് കൈവച്ചാൽ അത് ഉയർക്കും എന്നെനിക്കറിയാം. അതിശക്തന്മാരെ, നിന്നിലൊരു പ്രതീക്ഷയുണ്ട്. അല്ല, നമ്മളിലില്ലാത്ത ആരിലാണ് സമൂഹത്തിന് പ്രതീക്ഷ? കാരണം വെളിച്ചം നമ്മിലേ ഉള്ളൂ. കാരണം നാം ആണ് ലോകത്തിൻ്റെ വെളിച്ചം. ജീവൻ നമ്മളിലേ ഉള്ളൂ. കാരണം ജീവനായവൻ നമ്മളിലേ ഉള്ളൂ. ഉത്തരം നമ്മളിലേ ഉള്ളൂ. കാരണം ഉത്തരമായവൻ നമ്മളിലേ ഉള്ളൂ. ഇതും എന്താണെന്ന് മനസ്സിലായോ? ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പോകുന്നു. സത്യം പറയാമല്ലോ, കേട്ടിട്ട് അരോചകമാണ് തോന്നിയത്. ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലായിട്ടാണോ അതോ ആകാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ആളുകൾ നിന്നങ്ങ് തുള്ളുക. പാസ്റ്ററാണെങ്കിൽ സ്റ്റേജിൽ നിന്ന് അലറുക. യഥാർത്ഥ അന്യഭാഷ ദൈവം തരാത്തത് കൊണ്ട് വായി തോന്നുന്നത് പറഞ്ഞു നടക്കും. എന്നിട്ട് പെന്തക്കോസ് അനുഭവമാണെന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വേഷം കെട്ടലല്ലേ? മരിച്ചവരെ ഉയർപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഈ പാസ്റ്റർ ചെയ്യുന്നത് എന്താണെന്ന് അയാൾക്ക് പോലും അറിയില്ല. തങ്ങളെ വിമർശിക്കുന്നവരെല്ലാം പരീശന്മാരാണെന്നും അവർക്ക് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയില്ലെന്നും വെല്ലുവിളിക്കുന്ന ഇത്തരത്തിലുള്ളവർ പെന്തക്കോസ്ത് സമൂഹത്തിന് തന്നെ കളങ്കം ചാർത്തുന്നവരായിരിക്കും അല്ലേ? ഇയാൾക്കടുത്ത ഒരു കൊല്ലം സമയം കൊടുത്തു നോക്കാം. പരീശന്മാരല്ലാത്ത ഈ അന്യാഗ്നി വ്യാപാരി എത്ര പേരെ ഉയർപ്പിക്കുമെന്ന് നമുക്ക് കാണാമല്ലോ. ജീവിക്കാൻ പല വേഷങ്ങളും കിട്ടും. പക്ഷേ ദൈവത്തിൻ്റെ പേരും പറഞ്ഞുള്ള ഈ വേഷം അല്പം കടുപ്പമാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സുവിശേഷകൻ എൻ്റെ നാട്ടിലുണ്ട്. അദ്ദേഹം വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ പ്രായത്തെ മറന്നാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉള്ളത് കൊണ്ടാണെന്നാണ് പരദൂഷകർ പറയുന്നത്. ഈ ചെറുപ്പക്കാരൻ മർത്തോമാ സഭക്കാരനായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ അന്യഭാഷയുമായി രംഗത്ത് വന്ന് ഒരു സഭ തന്നെ ഉണ്ടാക്കി. ആദ്യം ചെറിയ ചില്ലറ വ്യാപാരമായിരുന്നു, ഇപ്പോൾ ഹോൾസെയിലാണ്. കേരളത്തിന് പുറത്തും വിദേശത്തുമെല്ലാം കച്ചവടം പൊടിപിടിപ്പിച്ച് നടക്കുകയാണ്. ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ടില്ലായിരുന്ന ഈ പ്രവാചകൻ ഇപ്പോൾ ബെൻസിലും ഓടിയിലുമൊക്കെയാണ് പറന്ന് നടക്കുന്നത്. അന്യഭാഷ കച്ചവടം പൊടിപിടിക്കുന്നത്. ഒരുപാട് രോഗികളെ സൗഖ്യമാക്കുന്നത് കൊണ്ട് എൻ്റെ നാട്ടിലെ ആശുപത്രികളൊക്കെ പൂട്ടാറായി. നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല ആശുപത്രികളും പൂട്ടിക്കെട്ടി. ആശുപത്രികൾ ക്ഷയിച്ചപ്പോൾ ആരോഗ്യവാനായത് പ്രവാചകനാണ്. കച്ചവടം പൊടിപൊടിച്ചപ്പോൾ സഹോദരനും ഭാര്യയും എല്ലാം കൂടി. അവരെല്ലാം ഇന്ന് ആത്മീയ വ്യാപാരികളാണ്. വയറ്റിപ്പിഴപ്പല്ലേ? അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊച്ചു ചില്ലറ വ്യാപാരികളായ പ്രവാചകന്മാർ ജീവിച്ചു പോകട്ടെ. അവർ ജീവിക്കാൻ വേണ്ടിയല്ലേ, കുടുംബം പോറ്റാനല്ലേ? പക്ഷേ മൊത്ത വ്യാപാരികൾ നാടിന് തന്നെ ആപത്തായി മാറുകയാണ്. മതമാറ്റം അത് മറ്റുള്ളവരിൽ അസഹിഷ്ണുതയുണ്ടാക്കുന്നു. ഇത്തരം വ്യാപാരികളുടെ അടുത്ത് വരുന്നവരിൽ പലരും അന്യമതത്തിലുള്ള ഭാവങ്ങളാണ്. അവരെയൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പ്രാർത്ഥനയ്ക്കായി കൊണ്ടുവരുന്നു. ഇതിപ്പോഴത്തെ കാലത്ത് അപകടം ക്ഷണിച്ചു വരുത്തുകയാണെന്ന് സ്വയം ബോധ്യമാകുന്ന സമയം അതിവിദൂരമല്ല. ഒന്നേ പറയാനുള്ളൂ, വേഷം കൊട്ടലൊക്കെ കൊള്ളാം, തടി കേടാക്കരുത്. ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതെ ആടുകയാണ് ഈ ജീവിത വേഷം എന്ന സിനിമയിലെ പാട്ടാണ്.